1-ാം വാർഡ് മെമ്പർ ജോബി തോമസ്. ഇന്ന് കേരള ടുഡേയുടെ ജനനായകൻ എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു. അതിരാവിലെ ഞാൻ എഴുന്നേക്കും. അപ്പോൾ അത് റബ്ബർ വെട്ടാനുണ്ട്. റബ്ബർ വെട്ടെന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പം ഓരോ ദിവസത്തെ പ്രോഗ്രാം അനുസരിച്ച്, ഇപ്പം എവിടെയെങ്കിലും നേരത്തെ പോകേണ്ടതുണ്ടെങ്കിൽ അനുസരിച്ച് വളരെ പുലർച്ചെ 2-3 മണിയൊക്കെ ആ സമയത്തൊക്കെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാനായിട്ട് പോകും. റബ്ബർ വെട്ടി പാലെടുത്ത് തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം പിന്നെ പശുവിനെ കറക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഞ്ചായത്തിൽ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ അതനുസരിച്ച് പോവും. അപ്പം അത് കഴിഞ്ഞ് ഭാര്യയും എനിക്ക് എല്ലാ കാര്യത്തിനും എന്നോടൊപ്പം സഹകരിക്കും. പിന്നെ രാവിലെ പണി തീരാതെ വന്നെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം പഞ്ചായത്തിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നതിന് ശേഷം ബാക്കി പണികൾ വൈകിട്ട് പുല്ലിയത്ത് മറ്റു കാര്യങ്ങളൊക്കെ അത് വൈകുന്നേരമാണ് ചെയ്യാറ്. പിന്നെ വാർഡിലെ ജനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാൻ. ഇപ്പോൾ ഞാൻ ആൾക്കാരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുത്തി ബുദ്ധിമുട്ടിക്കാറില്ല. എങ്കിലും ഞാൻ ഒരു റിമോട്ട് ഏരിയ ഒത്തിരി ഉള്ളിൽ പ്രദേശമായതുകൊണ്ട് അവർക്ക് അത് കൊന്നെത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആരും ഫോണിൽ വിളിച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും എന്തെങ്കിലും സാക്ഷ്യപത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് സാറിന് ചെയ്യാറ്. പിന്നെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും തന്നെ ഞാൻ പോകാറുണ്ട്. ആൾക്കാരെ അവരെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിക്കുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഒരു പ്രദേശത്ത് പോകുമ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാരെ എല്ലാം നേരിട്ട് കാണും. അങ്ങനെ എപ്പം വിളിച്ചാലും, അതിനകത്ത് രാത്രി നിന്നോ പകലെന്നോ ഒന്നുമില്ല, എപ്പോൾ ഏത് ആവശ്യത്തിന് വിളിച്ചാലും എപ്പോഴും ഞാൻ അവിടെ എത്താറുണ്ട്. പരമാവധി അവിടെ എത്താറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൻ്റെ നെറ്റ്വർക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നേരത്തെ BSNL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BSNL എടുത്ത സമയത്ത് എപ്പം വിളിച്ചാൽ അവിടെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ അതിൻ്റെ ടവറിൻ്റെ ലൊക്കേഷൻ പ്രശ്നം വന്നതിന് ശേഷം വിളിച്ചിട്ട് പലർക്കും അവരെ വിളിക്കുമ്പം നമുക്ക് ബെല്ലടിക്കുന്നതായിട്ട് തോന്നും, നമുക്ക് കിട്ടാറില്ല. പിന്നെ അതിന് ഞാൻ ജിയോ നമ്പർ എടുത്തിട്ട് ഇപ്പോൾ രണ്ടിനും ഏകദേശം ഒരുപോലെ ഉള്ള ഒരു അവസ്ഥയാണ് റേഞ്ച്. അപ്പോൾ റേഞ്ച് കിട്ടാതെ പല ആൾക്കാർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ വൈഫൈ ഉണ്ട്, അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വോയിസ് കോൾ വിളിക്കാനൊക്കെ ഇപ്പം അങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. എങ്കിലും പരമാവധി ആൾക്കാർ വിളിച്ച് അതിനകത്ത് വാർഡുകളിൽ മാസത്തിലൊന്നിലോ അല്ല അങ്ങനെ മൊത്തം പോകാറില്ല. പിന്നെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ആവശ്യം കൊണ്ട് ആൾക്കിനെ വിളിച്ച് പറയും. മിക്കവാറും ഈ പോകുന്ന വഴിക്ക് പല ഭാഗം കവർ ചെയ്യാറ്. ഞാൻ പോകുന്ന വഴിക്ക് തന്നെ പല ഭാഗം കവർ ചെയ്യാറുണ്ട്, എല്ലാവരെയും കാണാറുണ്ട്. മിക്കവാറും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗത്ത് പോകുമ്പോൾ എല്ലാവരെയും കാണാറുണ്ട്. പിന്നെ വെട്ടുമണിയെല്ലാം കഴിഞ്ഞ് പശുവുണ്ട്. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ അതെല്ലാം തീർത്തതിന് ശേഷമാണ് വെട്ടിന് ശേഷമാണ് വന്ന് പശുവിനെ കറക്കാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ നമ്മൾ വെട്ടാൻ പോകുന്ന സമയത്ത് പല സമയത്ത് ഓരോ ദിവസത്തെ പ്രോഗ്രാം അനുസരിച്ച് അങ്ങനെ താമസം വരുന്നുണ്ടെങ്കിൽ വെട്ടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പശുവിനെ കറക്കാറുണ്ട്. പശുവിനെ പിന്നെ പറമ്പിലെ പണികളെല്ലാം തന്നെ ഞാനും ഭാര്യയാണ് തന്നെ അല്ലാതെ പണിക്കാരെ വെച്ച് ചെയ്യാൻ ഇപ്പോൾ വരുമാനം നമ്മുടെ കാർഷിക വിളകൾക്കൊക്കെ വില കുറവായതുകൊണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ തന്നെയാണ് പണികളെല്ലാം തന്നെ ചെയ്തു പോകുന്നത്. ഈ 1-ാം വാർഡിൽ ഏകദേശം ഒരു 4 വർഷത്തോളമായി ഇലക്ഷൻ കഴിഞ്ഞ് നാടിന് എന്തെല്ലാം വികസനങ്ങളാണ് ജോമിച്ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്? നാടിന് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റോഡ് ആയിട്ട് ബന്ധപ്പെട്ട റോഡ് വികസനങ്ങൾ നടത്താൻ സാധിച്ചു. റോഡ് മെയിൻ്റനൻസ് തകർന്നു കിടന്ന റോഡ് നന്നാക്കാൻ സാധിച്ചു. അതുപോലെ പുതിയ റോഡുകൾ നമ്മുടെ പാറേക്കാട് പ്രസ്ഥാനം 10 ഏക്കർ എന്ന് പറഞ്ഞൊരു പുതിയ റോഡ് കോളനി വഴി ഞങ്ങൾ ഇലക്ഷന് മുമ്പ് പൊതുജന പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ചതായിരുന്നു. അതിൻ്റെ ഏതാണ്ട് ഒരു പകുതി അടുത്ത ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനകത്ത് ബഹുമാനപ്പെട്ട മുൻ MLA PC ജോർജ് സാറിൻ്റെ ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തുടക്കത്തിൽ ലഭിച്ചു. അതിന് തുടർച്ചയായിട്ട് ഒരു 10 ലക്ഷം രൂപ NREGയിൽ നിന്നും മുടക്കി കോൺക്രീറ്റ് ചെയ്തു. അപ്പം വീണ്ടും അതിനൊരു 5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് NREGയിൽ നിന്നും എസ്റ്റിമേറ്റ് എടുത്ത് നിൽക്കുന്നു. അതിന് തൊട്ട് പുറകെ പുതിയ വർഷത്തിൽ ഒരു 5 ലക്ഷം രൂപയും കൂടെ അനുവദിച്ച് തരാമെന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ റോഡിനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. 1-ാം വാർഡിലെ മെയിൻ പദ്ധതി എന്ന് പറഞ്ഞ റോഡാണ്. റോഡുകൾക്കാണ് റോഡ് ഇടവഴികളുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രളയം വന്ന് ഞങ്ങൾക്ക് വളരെ നാശനഷ്ടം സംഭവിച്ചു. 2-3 റോഡിന് പ്രളയത്തിൽ കേടുപാടുകൾ ഉണ്ടായി. കലുങ്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. അതുപോലെ വീടുകൾ 2 വീട് പൂർണ്ണമായിട്ടും നമ്മുടെ 2021 ഒക്ടോബർ 16 പ്രളയത്തിൽ 2 വീടുകൾ പൂർണ്ണമായിട്ടും ചിലക്കുഴി ഭാഗത്ത് പൂർണ്ണമായിട്ടും അവിടെ ഒഴുകിപ്പോയി. അതുപോലെ തന്നെ വേനൽനിലത്ത് പള്ളിയുടെ സമീപത്തൊരു വീട് പിന്നെ ഒരു 3/4% മുകളിലായിട്ട് കേടുപാട് സംഭവിച്ചു. അപ്പോൾ ഈ 3 വീടിനും പുതിയതായിട്ട് പൈസ സർക്കാരിൻ്റെ പദ്ധതിയിൽ പാക്കേജിൽ ഉൾപ്പെടുത്തി, പ്രളയ പാക്കേജിൽ ഉൾപ്പെടുത്തി ഫണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനകത്ത് 2 വീടിന് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വീട് കയറി താമസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ പ്രളയം ബാധിച്ചവരുണ്ട് 42-43 കുടുംബങ്ങൾക്ക്
സർക്കാരിൻ്റെ പ്രകൃതി ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് ഒരു 30 ലക്ഷം രൂപയോളം വാങ്ങിച്ച് കൊടുക്കാനായിട്ട് അതിനകത്ത് ഇടപെടാനായിട്ട് നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം മുൻകാലങ്ങളിലൊന്നും പ്രളയം നടന്ന അത് അധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും വലിയ നഷ്ടങ്ങളൊന്നും കിട്ടാറില്ലായിരുന്നു, ഉണ്ടായിട്ടില്ല. എങ്കിൽ ഇപ്രാവശ്യം സർക്കാരിൻ്റെ ഒരു പ്രത്യേക പാക്കേജ് എന്ന രീതിയിൽ കാണാം. നല്ല രീതിയിലുള്ള തുക ലഭിച്ചു. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ട് നല്ല രീതിയിലുള്ള പ്രതിഫലം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ 15 ഏക്കർ വേലനെല്ലം റോഡ്, അതുപോലെ 2 മൈൽ കുടുക്കപ്പാറ റോഡ്, വേലനെല്ലം പറത്താനം CB റോഡ്, ചിലക്കുഴി പൗരസമിതി റോഡ്, ഇങ്ങനെ 3-4 റോഡുകളാണ് പ്രധാനമായിട്ടും വാർഡിൽ ഉള്ളത്. ഈ റോഡിൻ്റെ എല്ലാം പൊളിഞ്ഞു കിടന്ന ഭാഗമെല്ലാം ഇപ്പം പൂർണ്ണമായിട്ടും റീടാറിങ്ങും റീകോൺക്രീറ്റും നടത്തി യോഗ്യമാക്കിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒരു റോഡിനും തന്നെ കേടുപാട് ഇല്ല. അതുപോലെ പിന്നെ ഒരു റോഡിന് 15 ഏക്കർ വേലനെല്ലം റോഡിൻ്റെ ഒരു 350 മീറ്ററോളം നിലവിൽ ഇനി ടാറിങ് ഒന്നും ചെയ്യാത്ത ഫ്രഷ് വർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. അവിടെ ചെയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൈഡ് വാള് നിർമ്മിച്ച് വേണം അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി. അപ്പോൾ അതിന് വലിയ തുക, ഏതാണ്ട് ഒരു 30-35 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൈഡ് വാള് നിർമ്മിച്ച് അതിൻ്റെ പണി നടത്താനൊക്കത്തുള്ളൂ. അതിനകത്തൊരു 9 ലക്ഷം രൂപ ഈ വർഷം ഞാനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ഉള്ള ഫണ്ടും അതിനകത്ത് നമുക്ക് വിനിയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം പ്രളയം വന്നതോടുകൂടി ഞങ്ങൾക്കൊരു 10-20 ലക്ഷം രൂപയോളം വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ പദ്ധതികൾ പുതിയ റോഡിനൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ ഇടവഴികൾക്കൊക്കെ നടപ്പ് വഴികൾക്കൊക്കെ പൈസ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് 4 വർഷമായിട്ട് ഗുണഭോക്തൃ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീട് മെയിൻ്റനൻസ് നമുക്കുള്ളൂ പഞ്ചായത്തിന് ഇപ്പം നിലവിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി ലൈഫ് പദ്ധതിയാണ്. പണ്ട് കാലത്തെ പോലെയല്ല. അപ്പം നേരത്തെ വീട് കൊടുക്കുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. ഇപ്പം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്കതില്ല. വീട് മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ. ഓരോ വർഷവും 4 വീട് വീതം, ജനറൽ വിഭാഗത്തിൽ 4 വീടോ SC വിഭാഗത്തിൽ 2 വീട് വീതമാണ് നമുക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ വർഷം 6 വീടുണ്ട്. ജനറൽ വിഭാഗത്തിൽ 6 വീടിന് ഉൾപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. എൻ്റെ ഡിസംബറൊക്കെ ആകുന്നതിന് അതിൻ്റെ കൊടുക്കാനായിട്ട് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ഗുണഭോക്തൃ വ്യക്തിഗതാനുകൂല്യങ്ങളും കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വേലനിലത്ത് കുടിവെള്ളം ക്ഷാമം എങ്ങനെയുണ്ട്? വേലനിലത്ത് നമ്മുടെ കേരളത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ജനകീയ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി വേലനിലത്താണെന്നാണ് വേലനിലം കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ആ സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് ഈ വേലനിലം കുന്നുംഭാഗം എന്ന് പറയുന്ന ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ പ്രദേശം ഉൾപ്പെടെ മെട്ടിയെല്ലാംകുഴി വരെ ഒരു 89 വീട്ടുകാർക്ക് നിലവിൽ ഇനിയും വെള്ളം ലഭിക്കാനുണ്ട്. വളരെ ക്ഷാമമുള്ള സ്ഥലമാണ്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഏതാണ്ട് 13 ട്രിപ്പ് ലോറിയിൽ വെള്ളം ഇവിടെ എത്തിച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത്രയും രൂക്ഷമായ ജലക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. വെട്ടിയെല്ലാംകുഴി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് വെട്ടിയെല്ലാംകുഴി. 21-ാം വാർഡും 1-ാം വാർഡും ചേരുന്ന ഭാഗമാണ്. അവിടെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലമാണ്. അവിടെ നമുക്കിപ്പം സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതിയുടെ ഉൾപ്പെടുത്തിയുള്ള ജലജീവൻ മിഷൻ്റെ ഒരു ടാങ്ക് നമ്മൾ പറത്താനത്ത് ഏറ്റവും ഉയർന്ന ഭാഗത്ത് നമുക്ക് സ്ഥാപിച്ച്, അത് 25,000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ടെൻഡറും കാര്യങ്ങളൊക്കെ നടന്നിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ പ്രദേശത്ത് അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. എങ്കിലും മണ്ടമുതല വട്ടക്കാവ് ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ പ്രാരംഭ ജലജീവൻ മിഷൻ്റെ നിർമ്മാണ പ്രവർത്തനം പൈപ്പ് ലൈനിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ 2-ാം ഘട്ടമാണ്. 2 കോൺട്രാക്ടർമാരാണ്. ഇപ്പോൾ 2-ാമത്തെ ഒരു കോൺട്രാക്ടറുടെ പണി തുടങ്ങിയിട്ടില്ല. എങ്കിലും തുടങ്ങുന്നതോടുകൂടി നമുക്ക് ഏതാണ്ട് ജലജീവൻ മിഷൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ ഈ വെട്ടിയെല്ലാംകുഴി വേലനിലം കുന്നുംഭാഗം പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ രൂക്ഷമായ വേനൽ നമ്മുടെ വേലനിലം കുടിവെള്ള പദ്ധതിയുടെ ജലസ്രോതസ് വരെ വരളുന്ന ഒരവസ്ഥ ഉണ്ടായി. എങ്കിലും നമ്മുടെ ഇതുപോലെ തന്നെ ഇത് മൂരിക്കകത്തു നിന്നുള്ള ഒരു പദ്ധതിയാണ് വരുന്നത്. അപ്പോൾ അതും ഇത് നമ്മുടെ മണിമലയാറിനെ ആശ്രയിച്ചുള്ള ഒരു പദ്ധതിയാണത്. അപ്പോൾ അതും ഇത്രയും ഭാഗത്ത് കോറ്റൂത്തോട് പഞ്ചായത്തും മുണ്ടക്കം പഞ്ചായത്തും ഈ പ്രദേശത്തെല്ലാം വെള്ളം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു ആശങ്കയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ പദ്ധതി, ഏതാണ്ട് 22,000 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് വരുന്നത്. അതിനുള്ള വെള്ളം അവിടെ ലഭിക്കുമെന്ന് നമുക്ക് ഭാവിയിൽ ഒരു ആശങ്കയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൂട്ടിക്കൽ പഞ്ചായത്തിൽ വരെ വരുന്ന നമ്മുടെ ഇവിടുന്നുള്ള മൂലമറ്റത്തു നിന്നുള്ള അവിടെ നിന്നുള്ള വെള്ളം ഇവിടെ അതോടെ ഇതോടെ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് വരെ ആ വെള്ളം വരുന്നുണ്ട്. അവിടെ നമുക്ക് മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത്. അത് ഒരിക്കലും പറ്റുന്ന അവസ്ഥയില്ല. അവിടെ നിന്ന് അതോടെ കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ പദ്ധതിക്ക്, നമ്മുടെ മുണ്ടക്കയം പദ്ധതിക്കും നമുക്കത് ഗുണകരമാകും ഭാവിയിൽ. അത് വേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.
മെമ്പറെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല മനുഷ്യനാണ്. ഇത്ര നാൾ ഇവിടെ ഈ വർക്ക് ചെയ്തിട്ട് യാതൊരു കുഴപ്പവും ഇല്ല. എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ജോ തോമസ് അല്ലേ. ജോമി തോമസ്. വീടുകൾ ഇവിടെ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒന്നാം വാർഡിൽ. ഒന്നാം വാർഡിൽ 3 വീടാണ് പൂർണ്ണമായിട്ട്. 2 വീട് ഒലിച്ചു പോയി, പൂർണ്ണമായിട്ടും തറ മാത്രമേ ഉള്ളൂ, ഒലിച്ചു പോയി. അവർക്ക് അധിവാസം 10 ലക്ഷം രൂപ വീതം അവർക്ക് ലഭിച്ചു. അതിനകത്ത് ഒരു വീടിന് നിലവിൽ ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ച് അവരുടെ വീട് മട്ടക്കാവിലോട്ട് മാറി, നമ്മുടെ 17-ാം വാർഡിൽ പോയി മാറി അവർ സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് നിർമ്മാണം ആരംഭിച്ചത്. അതുകൊണ്ട് അവർക്ക് പൈസ ലഭിച്ചില്ല. ബാക്കി 2 വീടിന് വേറൊരു വീട് ഇവിടെ നമ്മുടെ വേനൽ ഭാഗത്തൊരു വീട് അത് ഒലിച്ചു പോയില്ല, എങ്കിലും അത് വെള്ളം കയറി നമുക്ക് 75% മുകളിൽ നശിച്ചതായിട്ടുള്ളതാണ് നമ്മുടെ റിപ്പോർട്ട്. അതനുസരിച്ച് അങ്ങനെ 2 വീടിന് സ്ഥലം വാങ്ങിക്കാനായിട്ട് 6 ലക്ഷവും 4 ലക്ഷം രൂപ വീട് വീട് വയ്ക്കാനായിട്ട് അങ്ങനെ 10 ലക്ഷം രൂപയുടെ പാക്കേജിൽ ഉൾപ്പെടുത്തി അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒന്നാം വാർഡിൽ ഈ വൈദ്യുതി ക്ഷാമം നേരിടപ്പെടുന്ന ഏതെങ്കിലും വീടുകളുണ്ടോ? വൈദ്യുതി ക്ഷാമം നേരിടുന്ന വീട് എല്ലാ വീട്ടിലും, നിലവിൽ എല്ലാ വീട്ടിലും വൈദ്യുതീകരിച്ച വീടാണ്. വോൾട്ടേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ വേനന്തനം കുന്നുഭാഗത്ത് നേരത്തെ വോൾട്ടേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒരു 5 വർഷം ഞാൻ മെമ്പറാകുന്നതിന് മുമ്പ് അവിടെ ഒരു 14 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട PC ജോർജ് സാർ എന്നെ മുൻകൈ എടുത്ത് അത് പറഞ്ഞ് ഒരു 14 ലക്ഷം രൂപ വെച്ച് നമ്മുടെ കളമ്പാമത്ത് വരെ ലൈൻ 3 ഫേസ് ലൈൻ വന്ന് അതിൻ്റെ വോൾട്ടേജ് ക്ഷാമം അത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇപ്പം വെട്ടയിലാംകുഴി നിന്ന് ഒരു നമ്മുടെ നെന്മേനി വേനന്തനം കുന്നുഭാഗത്ത് വെച്ചാലും പ്രശ്നമുണ്ട്. അത് വെട്ടയിലാംകുഴി റോഡ് വഴി 15 ഏക്കർ വേനന്തനം റോഡ് വഴി ലൈൻ ആക്കാൻ വേണ്ടിയുള്ള അനുമതിയായിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ സബ് എഞ്ചിനീയർ സംസാരിച്ചപ്പോൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജോമിച്ചേട്ടാ, പിന്നെ ഈ കർഷകരെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്രശ്നമുണ്ട്, വന്യമൃഗശല്യം. ഒരു എല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ഒരു കൃഷിയും ചെയ്യാൻ മേലാത്ത, അതുപോലെ കപ്പ, കാച്ചില, ചേന, ചേമ്പ് ഉൾപ്പെടെയുള്ള ഒരു കുറുമ്പ് കൃഷികളൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പം വിലയ്ക്ക് വാങ്ങി, ഇവിടെ വളരെ കപ്പയൊക്കെ പലഹാരം വാങ്ങിക്കുന്ന പോയി വിലയ്ക്ക് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ്. അപ്പം വളരെ രൂക്ഷമായ ശല്യമാണ്, വളരെ കാട്ടുപന്നിയുടെ ശല്യം. അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ തോക്ക് ലൈസൻസ് ഉള്ളവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അനുമതിയോടുകൂടി തോക്ക് നിശ്ചിത കാലത്തേക്ക് തോക്ക് വെടിവെക്കാനുള്ള അനുമതി കൊടുപ്പിക്കുക എന്നുള്ളതാണ്. അത് മുണ്ടക്കയം പഞ്ചായത്ത് മുൻകൈ എടുത്താണ്ട് 13 പേർക്ക് മുണ്ടക്കയം പഞ്ചായത്തിൽ നിന്നും നമ്മുടെ വെടിവെക്കാനുള്ള ലൈസൻസ് പിന്നെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നിലവിൽ അത് ആരും തന്നെ ഇവിടെ നമ്മുടെ വാർഡിൽ ഇവിടെ വരുന്നത്, അതായത് നമ്മുടെ വാർഡിൽ നിന്നും ആരും മുണ്ടക്കയം പഞ്ചായത്തിൽ നിന്ന് തന്നെ നോക്കിയാൽ 2-3 പേരെ ഈ 13 പേരിൽ മുണ്ടക്കയം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 2-3 പേരെ അതിനകത്ത് വാങ്ങും. ബാക്കിയെല്ലാം പുറം പഞ്ചായത്തിൽ നിന്നുള്ളവരൊക്കെയാണ് ലൈസൻസ് പെർമിഷൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ ഇതുവരെയായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടില്ല. ഈ ഒരാൾ മണ്ണമ്പതാര് കേന്ദ്രീകരിച്ച് ഒരാൾ മാത്രം നമ്മുടെ വാർഡിൽ ഒരു കഴിഞ്ഞ വേനക്ക് കുറച്ച് ദിവസമൊക്കെ വന്നു. എന്നിട്ട് തൊട്ട് പുറകെ നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പം നിയമം അനുസരിച്ച് ലൈസൻസ് തോക്കുകൊണ്ട് സ്റ്റേഷൻ തിരിച്ചു പോയി. അതുകൊണ്ട് അത് ആ സമയത്ത് നിന്ന് പോയി. പിന്നെ മഴക്കാലമായതുകൊണ്ട് പിന്നെ അത് തുടർന്ന് പുള്ളിയെ കിട്ടാറില്ല. പിന്നെ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ലൈസൻസിനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ, അല്ലാതെ പഞ്ചായത്തിന്റെ ഒരു പരിധിയിൽ നിന്നല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ പൊതുവായിട്ട് അല്ലാതെ വേറെ നിയമം അനുസരിച്ച് പറഞ്ഞ കർഷകരെ കൂട്ടി ഗവൺമെന്റ് തലത്തിൽ പരിപാടികളൊന്നും നടത്തിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നടത്തിയിട്ടില്ല. പഞ്ചായത്ത് പള്ളിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒപ്പിച്ചേരണമൊക്കെ നടത്തി ഇങ്ങനെ കാട്ടുമൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നേരത്തെ എനിക്ക് ഒരു 2 വർഷം മുമ്പ് എനിക്ക് കുറുനരിയുടെ ആക്രമണം ഉണ്ടായി. അത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ജോസ് കുട്ടി എന്ന് പറഞ്ഞ ആൾക്കും കുറുനരിയുടെ ആക്രമണം ഉണ്ടായി. ആ സമയത്ത് പള്ളിയിൽ ഒരു ഒപ്പിച്ചേരണം 500ഓളം പേരുടെ ഒപ്പിച്ചേരണമൊക്കെ നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വനംവകുപ്പ് മന്ത്രിക്കും DFOയ്ക്കും പഞ്ചായത്ത് MLAയ്ക്കും MP ക്കും ഇവർക്കെല്ലാം അതിൻ്റെ ഇതൊക്കെ കൊടുത്തു. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് നടപടി. അപ്പോൾ അതിനകത്ത് എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റിന് പഞ്ചായത്ത് ഇങ്ങനെ പന്നി വെടിവെക്കാൻ ലൈസൻസ് കൊടുക്കാമെന്നുള്ള ഒറ്റ വാക്കിൽ എല്ലാവരും ഒഴിവാകുകയാണ്. എല്ലാവരും പഞ്ചായത്തിൽ നിന്ന് അവസാനം വന്ന് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ അല്ല, പഞ്ചായത്തിനാണ് അധികാരം എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞ് അതിനകത്ത് നിന്ന് ഒഴിവാകുന്നതല്ലാതെ കൂടുതൽ നടപടികളൊന്നും അതിനകത്ത് ഉണ്ടാകുന്നില്ല. നിയമമനുസരിച്ച് ഇപ്പം അതായത് ഒരു ക്ഷുദ്രജീവി എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം ഉണ്ടായി. അത് അതിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ നിയമം തന്നെ അത് മാറ്റി എഴുതിയാൽ മാത്രമേ നടക്കൂ. അതിനകത്ത് നമ്മളിപ്പം ഏറ്റവും താഴെക്കടയുള്ള പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ഉദ്ദേശിച്ച് നടക്കുന്ന കാര്യമല്ല. അത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തന്നെ അതിൻ്റെ നിയമം ഭേദഗതി ഉണ്ടായാൽ മാത്രമേ അത് പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഏറ്റവും നല്ല മുൻപന്തി നിൽക്കുന്ന ഒരു മെമ്പറാണ് ഇപ്പം മുണ്ടക്കയം പഞ്ചായത്ത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 1-ാം വാർഡ് നല്ല മെമ്പറാണ് ഇപ്പോഴത്തെ ഈ ജോമി തോമസ്. ജനപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും ജനങ്ങളുടെ ഒരു കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണ്. നമ്മളിവിടെ ഒരു പുതിയ റോഡ് വരെയും
മെമ്പറെ കൊണ്ട് സാധിച്ചു അത് ചെയ്യാൻ. അതിൻ്റെ ബാക്കിയൊരു കുറച്ച് എമൗണ്ടും കൂടെ ഉണ്ട്. അത് പുള്ളി ഒരു ഫണ്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. കുറേ ഗുണഭോക്താക്കൾ നല്ലൊരു കുറച്ച് ആൾക്കാർ താമസമുള്ളൂ, എങ്കിലും അതിനുവേണ്ടി നല്ലൊരു പ്രയത്നമൊക്കെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. മുണ്ടക്കയം പഞ്ചായത്തിൽ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു മെമ്പറാണിപ്പോൾ നമ്മുടെ 1-ാം വാർഡിൽ വന്നിരിക്കുന്നത്. ഇത്രയും റോഡ് നമുക്കിപ്പം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഉണ്ട്. നല്ല വികസനമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. റോഡ്, വെള്ളം എല്ലാം ജനങ്ങളുടെ ഏത് കാര്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും പുള്ളി നമ്മൾ വിളിക്കുന്ന ആ നിമിഷം നമ്മുടെ സമയത്ത് എത്തിയിരിക്കും. അതുപോലത്തെ ഒരു മെമ്പറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ജനപക്ഷത്തിന്റെ മെമ്പറായിട്ടാണല്ലോ ചേട്ടൻ ജയിച്ചത്. പഞ്ചായത്തില് പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ലാതെ നിൽക്കുമ്പോൾ ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൽ വല്ല കുറവോ ലഭ്യതക്കുറവോ അങ്ങനെ ഇല്ല. പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്തിൽ അതിപ്പോൾ ഈ മുണ്ടക്കയം പഞ്ചായത്തിൽ നിന്നുള്ളതല്ല, ഏത് ജില്ലാ പഞ്ചായത്തിലും സാധാരണ പൊതുവായിട്ട് ആര് ജയിച്ചു വന്നാലും അത് സ്വന്തമായിട്ട് ജയിച്ചു വന്നാലും അല്ലെങ്കിൽ അത് പാർട്ടിയുടെ ഇങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുക അങ്ങനെയാണെങ്കിൽ പോലും ഫണ്ട് വീതം വയ്ക്കുന്നത് ഓരോ പ്രാവശ്യം അലോട്ട് ചെയ്ത് വിടുന്ന ഫണ്ടുകൾ വീതം വയ്ക്കുന്നത് എല്ലാം തുല്യമായിട്ട് എല്ലാ വാർഡിനോ അല്ലെങ്കിൽ പ്രസിഡന്റിന് കൂടുതലോ വൈസ് പ്രസിഡന്റിന് കൂടുതലോ അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് കൂടുതലോ അങ്ങനെ ഒരു പൊതുവായിട്ട് വരുന്ന ഫണ്ടുകളൊക്കെ അത് തുല്യമായ രീതിയിലുള്ള ഒരു വിഭജിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ അടിയന്തരമായ സ്വഭാവത്തിനൊക്കെ ആയിട്ട് പല വാർഡുകളിലൊക്കെ ചില വർക്കുകൾക്ക് തനത് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ ഓരോരുത്തർക്ക് MLA ഫണ്ട് അല്ലെങ്കിൽ MP ഫണ്ട് അങ്ങനെയൊക്കെ കിട്ടാനുള്ളവർക്ക് അത് വാർഡിൽ കൂടുതൽ പ്രവർത്തനം ചെയ്യാൻ നോക്കും. അങ്ങനെ ഉള്ള പ്രവർത്തനമാണ്. അല്ലാതെ വിവേചനം ഒരിക്കലും ഒരു മെമ്പർക്ക് ഇതുവരെ എനിക്ക് നേരിട്ടിട്ടില്ല. എല്ലാവരുടെയും നല്ല സഹകരണമാണ് എനിക്ക് ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പ്രവർത്തനങ്ങളിൽ വൈമുഖ്യം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കാര്യത്തിൽ ഒറ്റയാൻ പോരാട്ടം വല്ല നടത്തിയിട്ടുണ്ടോ? ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ മുണ്ടക്കയത്ത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കയം പഞ്ചായത്ത് നമ്മളെ ബൈപ്പാസിലുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ അതിനോട് അനുബന്ധിച്ച് ഒരു അത് ലേലമെടുത്ത ഒരു വ്യക്തി അതിന് അനധികൃതമായിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കി നിർമ്മാണ പ്രവർത്തനം ഉണ്ടാക്കി വന്നപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വാക്കാൽ പഞ്ചായത്ത് കമ്മിറ്റി ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ പറഞ്ഞത് ഒരു വർഷത്തെ ഒരു താൽക്കാലിക പരിപാടിയാണെന്നുള്ള രീതിയിൽ അതിന് മറുപടി ലഭിച്ചു. തുടർന്ന് പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ വലിയ കുഴൽക്കിണർ കുത്തി വലിയ ടാങ്കൊക്കെ നിർമ്മിച്ച് വലിയ സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് മാറുന്ന കണ്ടപ്പം വീണ്ടും ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് രേഖാമൂലം പരാതി കൊടുത്ത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് അതിന് നടപടിയെടുത്തു. അപ്പോൾ അതായത് PWD കത്തുണ്ടായി. PWD പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിരുന്നു. അത് അനധികൃത നിർമ്മാണമാണെന്നും പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു. അതനുസരിച്ച് 7 ദിവസം പൊടിച്ച് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിൽ നിന്ന് ആ വ്യക്തിക്ക് അത് ലേലമെടുത്തുന്ന വ്യക്തിക്ക് നോട്ടീസ് കൊടുത്തു. അപ്പോൾ അത് ഇങ്ങനെ പൊടിച്ച് നീക്കാതെ പഞ്ചായത്ത് ഇച്ചിരി അത് ഏൽപ്പിച്ച വക്കീൽ ഉൾപ്പെടെ അതിനകത്ത് ഉദാസീനത കാണിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 1 വർഷമായിട്ട് അതിന് കോടതിയിൽ നിന്ന് ഒരു വ്യക്തി മറ്റേ ലേലമെടുത്ത വ്യക്തി കോടതി ഇഞ്ചക്ഷൻ ഓർഡർ സ്റ്റേ വാങ്ങിക്കാൻ പോയി. അപ്പോൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ അത് കോടതിയിൽ അത് ഹിയറിങ്ങിൻ്റെ സമയത്തൊന്നും വ്യക്തമായ രേഖകളെല്ലാം ഉണ്ടെങ്കിലും അതൊന്ന് സമർപ്പിച്ച് അതിനകത്ത് നിന്ന് ഒഴിവാകാനായിട്ട് പഞ്ചായത്തിൻ്റെ വക്കീലിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അതിനോട് ഉത്സാഹം കാണിച്ചില്ല. അപ്പോൾ അതിനെതിരെ ഞാൻ ശക്തമായ പ്രതിഷേധ ഒറ്റയാൾ പോരാട്ടവും നടത്തി. അതൊക്കെ ഇപ്പോൾ അത് കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിലും അവരിപ്പം അത് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി അത് പഴയ രീതിയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് വ്യക്തിപരമായിട്ടൊരു പോരാട്ടം നടത്തിയത്. അഴിമതി നടത്തുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാനൊക്കത്തില്ല. അനധികൃതമായ കയ്യേറ്റത്തിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാനൊക്കത്തില്ല. നല്ലൊരു മെമ്പറാണ്. എന്താവശ്യം വന്നാലും രാത്രിയിലാണെങ്കിലും എന്താവശ്യം വന്നാലും ഓടിയെത്തി സഹകരിക്കാനും എല്ലാത്തിനും കഴിവുള്ളൊരു മെമ്പറാണ്. നമ്മളെ എല്ലാ ആവശ്യങ്ങൾക്കും പുള്ളി എന്ത് ആവശ്യം വന്നാലും ഓടി മുന്നിലെത്താനും എല്ലാത്തിനും നല്ലൊരു മെമ്പറായി.
ഞാൻ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ജോബി തോമസ്. ഇന്ന് കേരള ടുഡേയുടെ ജനനായകൻ എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു. അതിരാവിലെ ഞാൻ എഴുന്നേക്കും. അപ്പോൾ അത് റബ്ബർ വെട്ടാനുണ്ട്. റബ്ബർ വെട്ടെന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പം ഓരോ ദിവസത്തെ പ്രോഗ്രാം അനുസരിച്ച് ഇപ്പം എവിടെയെങ്കിലും നേരത്തെ പോകേണ്ടതുണ്ടെങ്കിൽ അനുസരിച്ച് വളരെ പുലർച്ചെ 2-3 മണിയൊക്കെ ആ സമയത്തൊക്കെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാനായിട്ട് പോകും. റബ്ബർ വെട്ടി പാലെടുത്ത് തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം പിന്നെ പശുവിനെ കറക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഞ്ചായത്തിൽ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ അതനുസരിച്ച് പോവും. അപ്പം അത് കഴിഞ്ഞ് ഭാര്യയും എനിക്ക് എല്ലാ കാര്യത്തിനും എന്നോടൊപ്പം സഹകരിക്കും. ഉണ്ട്, അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വോയിസ് കോൾ വിളിക്കാനൊക്കെ ഇപ്പം അങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. എങ്കിലും പരമാവധി ആൾക്കാർ വിളിച്ച് അതിനകത്ത് വാർഡുകളിൽ മാസത്തിലൊന്നിലും അല്ല അങ്ങനെ മൊത്തം പോകാറില്ല. പിന്നെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ആവശ്യമൊക്കെ ആൾക്കിങ്ങനെ വിളിച്ച് പറയും. മിക്കവാറും ഈ പോകുന്ന വഴിക്ക് പല ഭാഗം കവർ ചെയ്യാറ്. ഞാൻ പോകുന്ന വഴിക്ക് തന്നെ പല ഭാഗം കവർ ചെയ്യാറുണ്ട്, എല്ലാവരെയും കാണാറുണ്ട്. മിക്കവാറും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ബന്ധപ്പെട്ട് ആ ഭാഗത്ത് പോകുമ്പോൾ എല്ലാവരെയും കാണാറുണ്ട്. പിന്നെ വെട്ടുമണിയെല്ലാം കഴിഞ്ഞ് പശുവുണ്ട്. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ അതെല്ലാം തീർത്തതിന് ശേഷമാണ് വെട്ടിന് ശേഷമാണ് വന്ന് പശുവിനെ കറക്കാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ നമ്മൾ വെട്ടാൻ പോകുന്ന സമയത്ത് പല സമയത്ത് ഓരോ ദിവസത്തെ പ്രോഗ്രാം അനുസരിച്ച് അങ്ങനെ താമസം വരുന്നുണ്ടെങ്കിൽ വെട്ടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പശുവിനെ കറക്കാറുണ്ട്. പശുവിനെ പിന്നെ പറമ്പിലെ പണികളെല്ലാം തന്നെ ഞാനും ഭാര്യയാണ് തന്നെയല്ല പണിക്കാരെ വെച്ച് ചെയ്യാൻ ഇപ്പം വരുമാനം നമ്മുടെ കാർഷിക വിളകൾക്കൊക്കെ വില കുറവായതുകൊണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ തന്നെയാണ് പണികളെല്ലാം തന്നെ ചെയ്തു പോകുന്നത്. ഈ 1-ാം വാർഡിൽ ഏകദേശം ഒരു 4 വർഷത്തോളമായി ഇലക്ഷൻ കഴിഞ്ഞ് നാടിന് എന്തെല്ലാം വികസനങ്ങളാണ് ജോമിച്ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്? നാടിന് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റോഡ് ആയിട്ട് ബന്ധപ്പെട്ട റോഡ് വികസനങ്ങൾ നടത്താൻ സാധിച്ചു. റോഡ് മെയിൻ്റനൻസ് തകർന്നു കിടന്ന റോഡ് നന്നാക്കാൻ സാധിച്ചു. അതുപോലെ പുതിയ റോഡുകൾ നമ്മുടെ പാറേക്കാട് പ്രസ്ഥാനം 10 ഏക്കർ എന്ന് പറഞ്ഞൊരു പുതിയ റോഡ് കോളനി വഴി ഞങ്ങൾ ഇലക്ഷന് മുമ്പ് പൊതുജന പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ചതായിരുന്നു. അതിൻ്റെ ഏതാണ്ട് ഒരു പകുതി അടുത്ത ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനകത്ത് ബഹുമാനപ്പെട്ട മുൻ MLA PC ജോർജ് സാറിൻ്റെ ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തുടക്കത്തിൽ ലഭിച്ചു. അതിന് തുടർച്ചയായിട്ട് ഒരു 10 ലക്ഷം രൂപ NREGയിൽ നിന്നും മുടക്കി കോൺക്രീറ്റ് ചെയ്തു. അപ്പം വീണ്ടും അതിനൊരു 5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് NREGയിൽ നിന്നും എസ്റ്റിമേറ്റ് എടുത്ത് നിൽക്കുന്നു. അതിന് തൊട്ട് പുറകെ പുതിയ വർഷത്തിൽ ഒരു 5 ലക്ഷം രൂപയും കൂടെ അനുവദിച്ച് തരാമെന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ റോഡിനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. 1-ാം വാർഡിലെ മെയിൻ പദ്ധതി എന്ന് പറഞ്ഞ റോഡാണ്. റോഡുകൾ കാണുന്ന റോഡ് ഇടവഴികളുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രളയം വന്ന് ഞങ്ങൾക്ക് വളരെ നാശനഷ്ടം സംഭവിച്ചു. 2-3 റോഡിന് പ്രളയത്തിൽ കേടുപാടുകൾ ഉണ്ടായി. കലുങ്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. അതുപോലെ വീടുകൾ 2 വീട് പൂർണ്ണമായിട്ട് നമ്മുടെ 2021 ഒക്ടോബർ 16 പ്രളയത്തിൽ 2 വീടുകൾ പൂർണ്ണമായിട്ടും ചിലക്കുഴി ഭാഗത്ത് പൂർണ്ണമായിട്ടും അവിടെ ഒഴുകിപ്പോയി. അതുപോലെ തന്നെ വേനൽനിലത്ത് പള്ളിയുടെ സമീപത്ത് ഒരു വീട് പിന്നെ ഒരു 3/4% മുകളിലായിട്ട് കേടുപാട് സംഭവിച്ചു. അപ്പോൾ ഈ 3 വീടിനും പുതിയതായിട്ട് പൈസ സർക്കാരിൻ്റെ പദ്ധതിയിൽ പാക്കേജിൽ ഉൾപ്പെടുത്തി പ്രളയ പാക്കേജിൽ ഉൾപ്പെടുത്തി ഫണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനകത്ത് 2 വീടിന് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വീട് കയറി താമസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ പ്രളയം ബാധിച്ചവരുണ്ട് 42-43 കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രകൃതി ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു 30 ലക്ഷം രൂപയോളം വാങ്ങിച്ച് കൊടുക്കാനായിട്ട് അതിനകത്ത് ഇടപെടാനായിട്ട് നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം മുൻകാലങ്ങളിലൊന്നും പ്രളയം നടന്ന് അധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും വലിയ നഷ്ടങ്ങളൊന്നും കിട്ടാറില്ലായിരുന്നു, ഉണ്ടായിട്ടില്ല. എങ്കിൽ ഇപ്രാവശ്യം സർക്കാരിൻ്റെ ഒരു പ്രത്യേക പാക്കേജ് എന്ന രീതിയിൽ കാണാം. നല്ല രീതിയിലുള്ള തുക ലഭിച്ചു. കേന്ദ്രത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ട് നല്ല രീതിയിലുള്ള പ്രതിഫലം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ 15 ഏക്കർ വേലനിലം റോഡ്, അതുപോലെ 2-ാം മൈൽ കുടുക്കപ്പാറ റോഡ്, വേലനിലം പ്രസ്ഥാനം CB റോഡ്, ചിലക്കുഴി പൗരസമിതി റോഡ്, ഇങ്ങനെ 3-4 റോഡുകളാണ് പ്രധാനമായിട്ടും വാർഡിൽ ഉള്ളത്. ഈ റോഡിൻ്റെ എല്ലാം പൊളിഞ്ഞു കിടന്ന ഭാഗമെല്ലാം ഇപ്പം പൂർണ്ണമായിട്ടും റീടാറിങ്ങും റീകോൺക്രീറ്റും നടത്തി സഞ്ചാര യോഗ്യമാക്കിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒരു റോഡിനും തന്നെ കേടുപാട് ഇല്ല. അതുപോലെ പിന്നെ ഒരു റോഡിന് 15 ഏക്കർ വേലനിലം റോഡിൻ്റെ ഒരു 350 മീറ്ററോളം നിലവിൽ ഇനി ടാറിങ് ഒന്നും ചെയ്യാത്ത ഫ്രഷ് വർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. അവിടെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ
സൈഡ് വാള് നിർമ്മിച്ച് വേണം അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി. അപ്പോൾ അതിന് വലിയ തുക, ഏതാണ്ട് ഒരു 30-35 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൈഡ് വാൾ നിർമ്മിച്ച് അതിൻ്റെ പണി നടത്താൻ ഒക്കത്തുള്ളൂ. അതിനകത്തൊരു 9 ലക്ഷം രൂപ ഈ വർഷം ഞാനൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ഉള്ള ഫണ്ടും അതിനകത്ത് നമുക്ക് വിനിയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം പ്രളയമാണ്. പ്രളയം വന്നതോടുകൂടി ഞങ്ങൾക്കൊരു 10-20 ലക്ഷം രൂപയോളം റീവർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ പദ്ധതികൾ പുതിയ റോഡിനൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ ഇടവഴികൾക്കൊക്കെ നടപ്പ് വഴികൾക്കൊക്കെ പൈസ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് 4 വർഷമായിട്ട് ഗുണഭോക്തൃ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീട് മെയിൻ്റനൻസ് നമുക്കുള്ളൂ പഞ്ചായത്തിന് ഇപ്പം നിലവിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വീട് ബാക്കി ലൈഫ് പദ്ധതിയാണ്. വീട് പണ്ട് കാലത്തെ പോലെയല്ല. അപ്പം നേരത്തെ വീട് കൊടുക്കുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. ഇപ്പം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്കതില്ല. വീട് മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ. ഓരോ വർഷവും 4 വീട് വീതം, ജനറൽ വിഭാഗത്തിൽ 4 വീടോ SC വിഭാഗത്തിൽ 2 വീട് വീതമാണ് നമുക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ വർഷം 6 വീടുണ്ട്. ജനറൽ വിഭാഗത്തിൽ 6 വീടിന് ഉൾപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഡിസംബറൊക്കെ ആകുന്നതിന് അതിൻ്റെ കൊടുക്കാനായിട്ട് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ഗുണഭോക്തൃ വ്യക്തിഗത ആനുകൂല്യങ്ങളും കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ വേനൽക്കാലത്ത് കുടിവെള്ളം ക്ഷാമം എങ്ങനെയുണ്ട്? വേനൽക്കാലത്ത് നമ്മുടെ കേരളത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ജനകീയ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി വേനൽക്കാലത്താണെന്നാണ്. വേനൽക്കാലം കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് ഈ വേലനിലം കുന്നുംഭാഗം എന്ന് പറയുന്ന ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ പ്രദേശം ഉൾപ്പെടെ മെട്ടിയെല്ലാംകുഴി വരെ വേണ്ട ഒരു 89 വീട്ടുകാർക്ക് നിലവിൽ ഇനിയും വെള്ളം ലഭിക്കാനുണ്ട്. വളരെ ക്ഷാമമുള്ള സ്ഥലമാണ്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഏതാണ്ട് 13 ട്രിപ്പ് ലോറിയിൽ വെള്ളം ഇവിടെ എത്തിച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത്രയും രൂക്ഷമായ ജലക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. വെട്ടിയെല്ലാംകുഴി നമ്മൾ ഏറ്റവും ഉയർന്ന മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് വെട്ടിയെല്ലാംകുഴി. 21-ാം വാർഡും 1-ാം വാർഡും ചേരുന്ന ഭാഗമാണ്. അവിടെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലമാണ്. അവിടെ നമുക്കിപ്പം സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതിയുടെ ഉൾപ്പെടുത്തിയുള്ള ജലജീവൻ മിഷൻ്റെ ഒരു ടാങ്ക് നമ്മൾ പ്രസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭാഗത്ത് നമുക്ക് സ്ഥാപിച്ച്, അത് 25,000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ടെൻഡറും കാര്യങ്ങളൊക്കെ നടന്നിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ പ്രദേശത്ത് അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. എങ്കിലും മണ്ടമുതല വട്ടക്കാവ് ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ പ്രാരംഭ ജലജീവൻ മിഷൻ്റെ നിർമ്മാണത്തിന് പൈപ്പ് ലൈനിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ 2-ാം ഘട്ടമാണ്. 2 കോൺട്രാക്ടർമാരാണ്. ഇപ്പോൾ 2ാമത്തെ ഒരു കോൺട്രാക്ടറുടെ പണി തുടങ്ങിയിട്ടില്ല. എങ്കിലും തുടങ്ങുന്നതോടുകൂടി നമുക്ക് ഏതാണ്ട് ജലജീവൻ മിഷൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ ഈ വെട്ടിയെല്ലാംകുഴി വേലനിലം കുന്ന്